your speech and the song as well. So now I think it is time to hear from the main person or our birthday babichan himself. It's my honor to call on stage our dearest Papa to share an experience and also message to all, post which we will do a cake cutting. Everybody is not so much over the മക്കളുടെ അക്ഷരം സ്വീകരിക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളും ചെയ്യപ്പെട്ടു സ്നേഹവും 8 ദിവസത്തിനകം 2 ബർത്ത്ഡേ ഒരാളാണ്. ബഹുമാനപ്പെട്ട അച്ഛന് ഇതൊരു പുതിയ അനുഭവമായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. ഇതുപോലെ ജനങ്ങള് പ്രാർത്ഥന കൂട്ടിക്കൊണ്ടുവരെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാര്യം സംസാരിച്ചു. 1934 ഓഗസ്റ്റ് 23 എൻ്റെ ജന്മദിനം. അന്നൊരു വെള്ളിയാഴ്ചയുമായിരുന്നു പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വെച്ചു. 1910 ചിങ്ങമാസം 7-ാം തീയതി എൻ്റെ ജന്മ ദിവസം മലയാള വർഷമാണ്. അന്നൊരു തിരുവോണ ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന തിരുവോണ ദിവസം. അപ്പോൾ ആ ദിവസം അടുത്ത വർഷം വരുമ്പോൾ ആ ദിവസം മാറിപ്പോകും, ഡേറ്റ് മാറിക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പറയും ദേവിയുടെ ജന്മദിനം എല്ലാം കേരളത്തിലുള്ള മലയാളികൾ എല്ലാവരും ആഘോഷിച്ചെന്ന് പറയും. അങ്ങനെ മിക്ക വർഷങ്ങളിലും രണ്ട് ജന്മദിനം ആഘോഷിച്ച ഈ വർഷം അത് തന്നെ സംഭവിക്കാനിടയായി. ഈ കൂടിവരവ് കൊണ്ട് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരായിട്ടുള്ള ബന്ധുമിത്രാദികൾ എല്ലാവരും ഒന്നിച്ചെന്നുകൊണ്ട് സന്തോഷം പങ്കിടുക, സ്നേഹം പങ്കിടുക. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്ത പല ആൾക്കാരും എൻ്റെ ബന്ധപ്പെട്ടവരും ഒക്കെയായിട്ട് പലരും ഇത് സന്നിഹിതരായിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ കടന്നു വരുവാൻ സാധിച്ചു. പല സ്ഥലങ്ങളിൽ ഇരുന്ന ദൂരസ്ഥലങ്ങളിൽ ഇരുന്നവർക്ക് ഇന്നത്തെ പരിപാടിയിൽ സംബന്ധിക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇങ്ങനെയൊരു പരിപാടി ഇരിക്കുന്ന കാര്യത്തിൽ എൻ്റെ സഹോദരൻ ഭാഗ്യം അമേരിക്കയിൽ നിന്നുള്ള ഇത് മാത്രമെന്നാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചതാണ്. നമ്മുടെ ചെറുപ്പകാലം മുതൽ ആ വലിയ കൂട്ടുകാരെ പോലെ നടന്നു. ആ സ്നേഹം ഇന്ന് ഞങ്ങളിലുണ്ട്. വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ കുട്ടി ഭവനത്തിൽ വന്നു. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവരെ ഒരു മരുമോണം. ഞങ്ങള് മരുമോളം എന്നുള്ളത് കഴിഞ്ഞ ഞങ്ങളുടെ ഇളയ സഹോദരിയെ പോലാണ് ഞാൻ ഈ ജോലി കുട്ടിയെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം തിരിച്ചും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിൽ ലഭിക്കുന്നു. പിന്നെ ഇത്രയും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന എന്താ കാരണം പലരും ചോദിക്കാം. ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യം,
എനിക്ക് 4 മക്കളുണ്ട്. അവർ തരുന്ന സ്നേഹവും എല്ലാവരും അതാണ് ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സന്തോഷം. എൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യ എല്ലാ ദിവസവും അമേരിക്കയിൽ എനിക്ക് ഫോൺ ചെയ്യും. ഇന്ന് സമയം തന്നിട്ടുണ്ട് രാത്രി 9:30. ആ 9:30 ആകുമ്പോൾ ബാക്കി എല്ലാ പരിപാടികളും നിർത്തിയിട്ട് ഒരു 15-20 മിനിറ്റെങ്കിലും ഞങ്ങൾ സംസാരിക്കും. പ്രിയ ജോലിയോട് ഒരു ദിവസം സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ എന്നെ അങ്ങ് മറന്നുപോയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. അത് 7 പേരായിരുന്നു. ഇത് ഞാനും ഈ സഹോദരൻ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. ഈ കൂടി വരവിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്നേഹിച്ചിരിക്കുന്നവര് സ്നേഹം പങ്കിടുക. ഏതെങ്കിലും കാരണവശാൽ മാനസികമായ തളർച്ചയുണ്ടെങ്കിൽ അതൊന്നുകൂടി അടുപ്പിച്ച് സ്നേഹമായിട്ട് കഴിയുക. അതിനുള്ളൊരു അവസരം കൂടിയാണ്. ഞങ്ങളുടെ ജീവിതാദികളായിട്ട് പല ആൾക്കാരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഇപ്പം പേര് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന എല്ലാം അതുപോലെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വന്നിരിക്കുന്ന എല്ലാവരും എൻ്റെ സ്നേഹം ഒരിക്കലും കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ